വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നൊരു ലെമൺ ജ്യൂസാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കൂൾ ബാറിലും ഹോട്ടലിലും ഒക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് തയ്യാറാക്കുന്നത്. ചൂട് കാലമൊക്കെ വരുവാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി കുടിച്ചു നോക്കുക. ക്ഷീണമൊക്കെ ആയിട്ടാൽ നല്ലതാണ്. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ലെമൺ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി 10 കശുവണ്ടി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കാഷ്നട്ട് 10 എടുത്തിട്ടുണ്ട്. ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. കുതിർത്താൽ നല്ലതുമാണ്, ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിക്ക് പകരം ഒരു ചെറിയ കഷ്ണം പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി. 2 ഏലക്ക എടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരം കൂട്ടിയോ കുറച്ചോ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് തേൻ ഉപയോഗിക്കാം, ബ്രൗൺ ഷുഗർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കാം. ഈ നാരങ്ങ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ നീരെടുത്ത് കൊണ്ടുവരാം. വേണ്ട, ഈ 10 കാഷ്നട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഈ ജാറിലേക്ക്. പഞ്ചസാര, ഒരു കഷ്ണം ഇഞ്ചി, 2 ഏലക്ക, നാരങ്ങ പിഴിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിക്കാം. വെള്ളം ഒരു ഗ്ലാസ് എടുത്ത് 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക, ബാക്കി വെള്ളം പിന്നെ ചേർക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചു കൊണ്ടുവരാം നല്ലപോലെ. ഇത് നല്ലപോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഇനി ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം. നമുക്ക് ഈ ഗ്ലാസ്സിനകത്തേക്ക് 3 പീസ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ്സിൽ ഇടാം കേട്ടോ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്കൊന്ന് അരിച്ചൊഴിക്കാം. ഇനി നമുക്ക് നാരങ്ങയുടെ ഓരോ പീസിൻ്റെ ഗ്ലാസിൻ്റെ സൈഡിലൊന്ന് കൂൾ ബാറിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ ഈ ലെമൺ ജ്യൂസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കാഷ്നട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.